ജി എസ് ടി ഇല്ലാതെ നമുക്ക് ആമസോണിൽ പ്രോഡക്റ്റ്സ് വിൽക്കാം. എക്സാമ്പിൾ, ബുക്സിന് ജി എസ് ടി ഇല്ല. അപ്പോൾ നമുക്ക് ബുക്സ് ജി എസ് ടി ഇല്ലാതെ ആമസോണിൽ എങ്ങനെ വിൽക്കാമെന്ന് നോക്കാം. ആമസോണിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി നമ്മൾ ഗൂഗിളിൽ സെല്ലർ സെൻട്രൽ ആമസോൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ sell.amazon.in എന്ന് പറഞ്ഞ സെല്ലർ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് സെല്ലിംഗ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ആമസോൺ അക്കൗണ്ട് ഇല്ലേ, നോർമൽ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പം നമ്മളോട് ചോദിക്കും, നിങ്ങൾ ജി എസ് ടി ഉള്ള പ്രോഡക്റ്റ് ആണോ വിൽക്കുന്നത്? നമ്മൾ ജി എസ് ടി നമ്പർ കൊടുക്കണം. ഇനി ജി എസ് ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജി എസ് ടി ഇല്ല, നമ്മുടെ ജി എസ് ടി ഇല്ലാതെ നമ്മുടെ പാൻ നമ്പർ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ സ്റ്റോറിന് നെയിം കൊടുക്കുക. ഷിപ്പിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിക്കും. പിക്കപ്പ് അഡ്രസ്സ് കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിൽ പിക്കപ്പ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് വന്ന് കളക്ട് ചെയ്യേണ്ട അഡ്രസ്സ്. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആമസോൺ അക്കൗണ്ട് റെഡിയായി. അപ്പം ജി എസ് ടി ഇല്ലാന്നൊന്നും പറഞ്ഞ് ഓൺലൈൻ ബിസിനസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. ജി എസ് ടി ഇല്ലാതെ നമുക്ക് ഓൺലൈൻ ബിസിനസ് ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ ആമസോണിൽ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ ഓർഡർ എടുക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലുണ്ടാവും. സോ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. എങ്ങനെ ഇ കോമേഴ്സ് ബിസിനസ് ചെയ്യാമെന്ന് പഠിക്കാനുള്ള ലിങ്ക് നമ്മുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്.